പുതിയ ഗവൺമെൻറ് സത്യപ്രതിജ്ഞയുടെ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ നിയുക്ത മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അദ്ദേഹം ഗവർണറെ കണ്ടു. ബാക്കി കാര്യങ്ങളെല്ലാം നടപടിക്രമം നടക്കുകയാണ്. അപ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ അടുത്ത 5 വർഷക്കാലം കേരളത്തിൻ്റെ പുരോഗതിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അവരെല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആ ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങൾക്കെല്ലാം വേണ്ടിയായിരിക്കണം, എല്ലാം വേണ്ടിയായിരിക്കും. ഏത് ഗവൺമെൻറ്റും അങ്ങനെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ അവർ ചെയ്യുമെന്നുള്ളതിൻ്റെ പ്രഖ്യാപനങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധപ്പെട്ടതിനെ തുടർന്നിട്ട് അത് സംബന്ധിച്ചൊരു 1-2 കാര്യം പറയണമെന്നുള്ളതുകൊണ്ടാണ് ഈ പത്രസമ്മേളനം വിളിച്ചത്. കഴിഞ്ഞ ദിവസം ഞാൻ ഇത് പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ നിയുക്ത മുഖ്യമന്ത്രി അദ്ദേഹം നമ്മുടെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ ഏറ്റവും വളരെ സീനിയർ നേതാവുമായിട്ടുള്ള ശ്രീ എ കെ ആന്റണിയെ കാണാൻ പോയിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞു, കേരളം 2001 അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന കാലത്തുള്ളതിനേക്കാളും വല്ലാത്തൊരു അവസ്ഥയിലാണ്, വല്ലാതെ പാപ്പരായിരിക്കുകയാണ്. അപ്പം അദ്ദേഹം ആദ്യം പറഞ്ഞത്, നിങ്ങളാരും ശ്രീ സതീശനോട് കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറയരുത്. എന്നിട്ട് ഒരു ഉപദേശം കൊടുത്തു, നിങ്ങൾ കാര്യങ്ങളൊന്നും ആവശ്യമില്ലാതെ ചെയ്തു കളയരുത്, വല്ലാത്ത കുഴപ്പത്തിൽ ചെന്ന് ചാടും. അതുകൊണ്ട് കുറച്ച് സമയം കൊടുക്കണം. ആദ്യമേ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ എക്സ്പീരിയൻസ് വെച്ചായിരിക്കും, ചെയ്തു കഴിഞ്ഞാൽ അപകടത്തിലാവും. അതുകൊണ്ട് ജനങ്ങൾ കുറെ കയ്പുനീര് കുടിക്കട്ടെ, കയ്പുനീര് കുടിക്കേണ്ടി വരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതിനെ സംബന്ധിച്ചല്ല ഞാൻ പറയുന്നത്, അതിന് ഉപോത്ബലകമായി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുണ്ട്. അത് കേരളത്തിലെ സർക്കാർ 2001 അദ്ദേഹം അധികാരത്തിൽ വന്നപ്പോഴും ഇതുപോലെ ഞാൻ പ്രതീക്ഷിച്ച് കുറെ കാര്യങ്ങൾ ചെയ്തു. അവസാനം എല്ലാം ചെയ്യാൻ പറ്റിയില്ല, വല്ലാത്ത ബുദ്ധിമുട്ടിലായി. അതുപോലെ ഇപ്പോഴും ആണ് എന്നാണ് അദ്ദേഹം ധരിക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ പറച്ചിൽ നിന്ന് വ്യക്തമായത്. 2001 കാര്യങ്ങളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അതിന് പിന്നുള്ള കാര്യങ്ങളെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ 2026 ഈ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് ഇറങ്ങി പുതിയ ഒരു ഗവൺമെന്റ് ചുമതല ഏറ്റെടുക്കുന്ന സമയത്ത് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി അദ്ദേഹം കരുതുന്നത് പോലെ അപകടകരമായ അവസ്ഥയിലേ അല്ല എന്ന് മാത്രമല്ല, മെച്ചപ്പെട്ട അവസ്ഥയിലാണ് എന്നുള്ളത് പറയേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ടെന്നുള്ളതുകൊണ്ടാണ് ഞാനത് വിളിച്ചത്. ഞാനത് എൻ്റെ കണക്കുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കണക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഏതൊരു ബുക്കിൽ എഴുതി വെക്കുന്ന കണക്കല്ല, നമ്മുടെ നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റുകളും കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണത്തെ സംബന്ധിച്ചാണ് അദ്ദേഹം പറയുന്നത്. 10 വർഷക്കാലവും സർക്കാർ അവതരിപ്പിച്ച ബഡ്ജറ്റ്, സർക്കാരിന്റെ രേഖകൾ, അതുപോലെ CNDG പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കണക്കുകൾ നോക്കുന്ന നമ്മുടെ ഔദ്യോഗിക ഏജൻസിയുടെ കണക്ക്, സർട്ടിഫിക്കേഷൻ, സെൻട്രൽ ഗവൺമെന്റ് രേഖകൾ എല്ലാം അനുസരിച്ച് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിന്റെ നേരെയുള്ള ഉദാഹരണം ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പിന്റെ വർഷം മാർച്ച് മാസം 31-ാം തീയതി വരെ ഏറ്റവും കൂടുതൽ ചെലവ് വരുന്ന സമയമാണ്. ആ മാർച്ച് 31-ന് എല്ലാ പേയ്മെന്റും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ക്യാഷ് ബാലൻസ് ആയിട്ട് ഞാനന്ന് അനൗൺസ് ചെയ്തിരുന്നത് 4000 കോടി ഉണ്ടെന്നാണ്. ഏപ്രിൽ 1-ന് ഞാൻ പത്രസമ്മേളനം വിളിച്ചിരുന്നു. പക്ഷെ പിന്നീട് അതിന്റെ ഫൈനൽ കണക്കുകൾ വന്നപ്പോൾ 6000 കോടിയോളം ക്യാഷ് ബാലൻസ് ആണ് ഞാൻ പറയുന്നത്. ക്യാഷ് ബാലൻസ് സർക്കാരിന്റെ ട്രഷറിയിലുണ്ട്. പേയ്മെന്റ് എല്ലാ പേയ്മെന്റുകളും കൊടുത്തു, ക്യൂവിൽ നിൽക്കുന്നു, കിട്ടുന്നില്ല എന്നുള്ള പരാതിയില്ല. ക്ഷേമ പെൻഷൻ തന്നെ 2 മാസത്തെ ഒരുമിച്ച് കൊടുത്ത് ഏപ്രിൽ മാസത്തെയും കൂടി മാർച്ച് മാസം കൊടുത്തിട്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത്. വിഷുവിന് സാധാരണ മുൻകൂട്ടി കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്തും ഒരു പേയ്മെന്റിന് ഡിഫാൾട്ട് ഇല്ല. ആശുപത്രികൾക്ക്, മറ്റു സ്ഥലത്തൊക്കെ ആകെ ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കുമെന്ന് ഗവൺമെന്റ് ബഡ്ജറ്റിന്റെ സമയത്ത് ഉറപ്പ് പറഞ്ഞ ഒറ്റ കാര്യമാണ്, അത് DADR കുടിശ്ശിക. DADR കുടിശ്ശിക കഴിഞ്ഞ വർഷങ്ങളിലെ DADR കുടിശ്ശിക കുറച്ച് പണമുണ്ട്, അത് കൊടുത്തു തീർക്കും, 8 ഗഡുക്കളായി കൊടുക്കുമെന്ന് പറഞ്ഞു. അതിനുള്ള 1-2 ഗഡുവിനുള്ള പണവും ഈ വർഷത്തെ ബഡ്ജറ്റ് വെച്ചിട്ടുണ്ട്. അതിനാ പണമുണ്ട്. അപ്പൊ ആ പണം അതിനകത്തുണ്ട്. ഇതെല്ലാം കൊടുത്തു തീർക്കാൻ പറ്റും എന്നുള്ള സ്ഥിതിയിൽ ഇതാണ് വസ്തുത എന്നിരിക്കെ ബഹുമാനപ്പെട്ട ശ്രീ എ കെ ആന്റണി, അദ്ദേഹം കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവാണ്, ഞങ്ങളൊക്കെ വളരെ ബഹുമാനിക്കുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് ചില തെറ്റിദ്ധാരണകളുണ്ട്. കാരണം കഴിഞ്ഞ 10 വർഷക്കാലമായി അദ്ദേഹം അത്ര സജീവ രാഷ്ട്രീയത്തിൽ ഈ കാര്യങ്ങളെല്ലാം നോക്കാത്തതുകൊണ്ടായിരിക്കാം. അദ്ദേഹം ഒരു സമയം തരികയാണെങ്കിൽ അദ്ദേഹത്തെ പോയി കണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്തണമെന്ന് എനിക്കുണ്ട്. കാരണം ഞാൻ എഴുതി തയ്യാറാക്കിയ കണക്കല്ല, ശ്രീ എ കെ ആന്റണിയെ പോലുള്ള ആൾ തന്നെ ഇത് ബോധ്യപ്പെടുന്നത് നന്നാവും. അപ്പൊ അദ്ദേഹം ഈ കാര്യങ്ങൾ പുറത്തു പറയുന്നത് ഒന്നുകൂടെ ഒരു വിശ്വാസ്യത വരുമല്ലോ ഞങ്ങൾ ഈ ചെയ്ത അധ്വാനത്തിന്. അപ്പൊ വസ്തുതകൾ വെച്ചേ പറയാറുള്ളൂ. അതേസമയം ഈ തുടക്കത്തിന്റെ സമയത്ത് ഇനി മനഃപൂർവ്വം നിങ്ങളൊക്കെ കയ്പുനീര് കുടിക്കേണ്ടി വരും, പണമില്ല എന്ന് പറയുന്ന ഒരു പല്ലവി പറയാനാണെങ്കിൽ അതും ജനങ്ങൾ മനസ്സിലാക്കണമല്ലോ. കാരണം ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് നാളെ തൊട്ട് എന്തെങ്കിലും കാര്യം ചെയ്തു തുടങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഈ ഗവൺമെന്റിന് നല്ലതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ ശ്രീ വി ഡി സതീശൻ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം മാനിഫെസ്റ്റോ തയ്യാറാക്കുമ്പോൾ കോൺഗ്രസിന്റെ 5 ഗ്യാരണ്ടികൾ പ്രഖ്യാപിക്കുന്നതിന് മുൻകൈ എടുത്തത്. അദ്ദേഹം കഴിഞ്ഞ 25 വർഷക്കാലമായി മെമ്പറാണ്. ധനകാര്യ കാര്യങ്ങൾ ഏറ്റവും നന്നായി നോക്കുന്ന ആളാണ് നമ്മുടെ നിയുക്ത മുഖ്യമന്ത്രി. അപ്പോൾ ധനകാര്യ കാര്യങ്ങൾ നോക്കി
ഫിനാൻഷ്യൽ പൊസിഷൻ ബെറ്റർ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഗ്യാരണ്ടികൾ പറയാനുള്ള ഒരു ധൈര്യം വന്നത്. ആ ഗ്യാരണ്ടികളെ കണക്ക് വെച്ചാൽ, കാരണം ഞാനല്ല വേറൊരാളായാലും ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ കയ്യിലുള്ള നോട്ട് പുസ്തകത്തിൽ മാത്രം എഴുതുന്ന അല്ലി കണക്ക് ട്രഷറി ഒക്കെ പബ്ലിക് അക്കൗണ്ട് എല്ലാം നമ്മുടെ പൊതു സുതാര്യമായ കാര്യമാണ്. അപ്പോൾ അതെല്ലാം ചെയ്യാമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് മറുവശം ഞാൻ പറയട്ടെ, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അധികാരം വിട്ടൊഴിഞ്ഞ് അല്ലെങ്കിൽ ഞങ്ങൾ പരാജയപ്പെടുമെന്നും UDF വരുമെന്നും ധരിച്ചവരല്ല. കാരണം ഒന്നാം പിണറായി സർക്കാരിന് ശേഷം രണ്ടാമത്തെ LDF ഗവൺമെന്റ് അന്ന് വരുമെന്ന് ഇത്രയും ഇങ്ങനത്തെ ഒരു അനുഭവം നമുക്കില്ല. ആദ്യമായിട്ട് അങ്ങനെ ഒരു ഗവൺമെന്റ് തുടർച്ചയായിട്ട് വന്നപ്പോൾ ആ ഉത്തരവാദിത്തങ്ങളെല്ലാം ഞങ്ങൾ ഏറ്റെടുത്തു. വലിയ ഉത്തരവാദിത്തങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ശമ്പള പരിഷ്കരണത്തിന്റെ വലിയ ബാധ്യത ഉൾപ്പെടെ ഒറ്റ വർഷം കൊണ്ട് 30,000 കോടിയിലധികം വരുന്ന ചെലവ് വർദ്ധിക്കുന്ന തരത്തിലേക്കുള്ള ബാധ്യതകളെല്ലാം ഏറ്റെടുത്തു. കോവിഡ് കഴിഞ്ഞുള്ള സമയമായതുകൊണ്ട് അതിന്റെ വലിയ പേയ്മെന്റുകൾ കൊടുക്കാനുണ്ടായിരുന്നു, അതെല്ലാം കൊടുത്തു. അപ്പോൾ ഇപ്പോൾ ഈ ഗവൺമെന്റിന്റെ കാലാവധി കഴിയുമ്പോൾ വീണ്ടും ഒരു ഗവൺമെന്റ്, ഇടതുപക്ഷ ഗവൺമെന്റ് തന്നെ വരാൻ സാധ്യതയുണ്ടെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. എന്തായാലും അതനുസരിച്ച് തന്നെയാണ് ബഡ്ജറ്റ് തയ്യാറാക്കിയത്. അതനുസരിച്ചുള്ള പ്രഖ്യാപനങ്ങളാണ് ഞങ്ങൾ നടത്തിയത്. ഈ വർഷം സാമ്പത്തിക സ്ഥിതി കഴിഞ്ഞ വർഷങ്ങളെക്കാളും മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുകയാണ്. കാരണം ഇത് ഞങ്ങൾക്ക് വീണ്ടും ഉത്തരവാദിത്വം ജനങ്ങൾ ഏൽപ്പിക്കുകയാണെങ്കിൽ ഭരിക്കേണ്ട തരത്തിലുള്ള കണക്കേ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളൂ. ഒന്നാമത്തെ ഉദാഹരണം ഞാൻ പറയാം. ധനകാര്യ കമ്മീഷന്റെ ടാക്സിന്റെ ഡ്യൂസി പൂളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന പണം 1.92% ഉണ്ടായിരുന്നുള്ളൂ 15ാം ധനകാര്യ കമ്മീഷൻ സമയത്ത്. അതിപ്പോ 2.38% വർദ്ധിച്ചു. ഇനിയും വർദ്ധിക്കണമെന്നാണ് കേരളത്തിന്റെ അഭിപ്രായം. ഞങ്ങൾ വലിയ പ്രവർത്തനം നടത്തിയതാണ്. ആ വർദ്ധിച്ചത് കാരണം കഴിഞ്ഞ വർഷം കിട്ടിയ ടാക്സിന്റെ ഡ്യൂസി പൂളിൽ നിന്ന് കിട്ടിയതിനേക്കാളും 10,000 കോടി രൂപ അധികമാണ് ഈ വർഷം കിട്ടുക. അത്രയും വ്യത്യാസം വന്നു. അപ്പൊ ഈ കഴിഞ്ഞ വർഷത്തെ അതേ പെർസെന്റേജ് ആയിരുന്നെങ്കിൽ ഈ വർഷം കിട്ടുന്നതിനേക്കാളും 10,000 കോടി രൂപ അധികം കിട്ടും. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം 27,000 കോടി കിട്ടിയെങ്കിൽ ഈ വർഷം 37,000 കോടിയോളം കിട്ടും. 10,000 കോടി അത് വന്നു. പിന്നെ GSDPയുടെ വളർച്ച കാരണമുള്ള വരുമാന വർധന, അങ്ങനെ 10,25,000 കോടി എങ്കിലും ഏറ്റവും കുറഞ്ഞത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള പണങ്ങളിൽ ചിലത് കിട്ടിയിട്ടില്ല. അതായത് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് പോലുള്ളത് തന്നിട്ടില്ല. എന്നാലും നമുക്ക് ഇത്രയും പണം വരും. അപ്പൊ നന്നായി ഇത് ചെയ്യാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം കൊണ്ടാണ് ശ്രീ VD സതീശനും അദ്ദേഹം മാത്രമല്ല ബാക്കി UDFും ഈ ഗ്യാരണ്ടികൾ പറഞ്ഞത്. അപ്പൊ ആ ഗ്യാരണ്ടി കൊടുക്കുന്നതിനൊക്കെ സമയമെടുത്ത് കാര്യങ്ങൾ ചെയ്താൽ മതി. ഇപ്പൊ അടുത്ത ദിവസം തൊട്ട് തന്നെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. അവര് ഇതൊക്കെ നോക്കി 2-3 മാസമൊക്കെ വേണ്ടി വരും പഠിക്കാൻ. അതൊക്കെ പഠിച്ചിട്ട് ചെയ്താൽ മതി. പക്ഷേ വരുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ കയ്പുനീര് കുടിക്കേണ്ടി വരുമെന്ന് ജനങ്ങളോട് പറയാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ഞാനിത് പറഞ്ഞതാണ്. അങ്ങനൊരു കാര്യം പറഞ്ഞ് പണ്ട് സ്ഥാപിക്കാൻ ശ്രമിച്ചതുപോലെ ഇനി പറഞ്ഞാൽ ജനങ്ങൾ അത് മനസ്സിലാക്കും. കാരണം ഇത്രയും കാഷ് ബാലൻസ് ഉള്ള ഒരു ഖജനാവ് ഏൽപ്പിക്കുകയും വരുമാനത്തിൽ വർധന വരികയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ അധികാരത്തിൽ തുടരുകയായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ശമ്പള പരിഷ്കരണത്തിന്റെ കമ്മീഷൻ വെച്ചു. ആ കമ്മീഷനെ ഈ ഫിറ്റ്മെന്റ് ബെനിഫിറ്റ് പോലെയുള്ള ചില കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതി. ബാക്കി മുഴുവൻ പ്രഖ്യാപിച്ച DAയും DRും ഞങ്ങൾ കൊടുത്തു. ഏപ്രിൽ മുതൽ കൊടുത്തു തുടങ്ങി. അതിനകത്ത് കുറേയേറെ 10% ഇപ്പോൾ കൊടുത്തത്. ബാക്കി എല്ലാം തൊട്ടു മുമ്പത്തെ വർഷം കൊടുത്തു. അപ്പോൾ കൊടുത്തത് സെറ്റിൽ ചെയ്തതാണ്. നവംബർ മാസം മുതൽ നമ്മൾ സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പണവും 1000 രൂപ വെച്ച് സ്ത്രീകൾക്ക്, പിന്നീട് 2000 രൂപയാക്കി ക്ഷേമ പെൻഷൻ, ഇതെല്ലാം ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം കൊടുക്കാനുള്ള പണമുണ്ട്. ഇതുവരെ ഒരു ദിവസമെങ്കിലും കേരളത്തിൽ ഇതങ്ങനെ നിന്നുപോയോ? പത്രപ്രവർത്തകർക്ക് അറിയാമല്ലോ, പത്രങ്ങൾക്കുള്ള പരസ്യത്തിന്റെ പണം ബഡ്ജറ്റിൽ വെച്ചതിന് 50% അധികം കഴിഞ്ഞ വർഷം കൊടുത്തു തീർത്തു. എന്നുവെച്ചാൽ ബഡ്ജറ്റിൽ വെച്ചത് കൊടുത്തു 100 രൂപയാണെങ്കിൽ 50 രൂപയും കൂടെ എക്സ്ട്രാ കൊടുത്തു. കാരണം മുഴുവൻ പഴയ പത്രങ്ങൾക്കൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കാലമാണ്. അതുകൊണ്ട് പഴയ പെൻഡിംഗ് ഒക്കെ കൊടുത്തു തീർത്തു. ഇങ്ങനെയെല്ലാം ചെയ്തിട്ടുള്ള ഗവൺമെന്റാണ്. അപ്പൊ അതുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അതുകൊണ്ടാണ് ശ്രീ AK ആന്റണിയെ പോലെ ബഹുമാനായ ഒരു ഉന്നത നേതാവിന് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ദൂരീകരിക്കാനും കണക്കുകളുമായിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകാം. കാരണം അദ്ദേഹത്തെ പോലെ ഒരാള്, വളരെ ഉയർന്ന പദവികൾ വഹിച്ച ഒരാള്, വളരെ നേരത്തെ മുഖ്യമന്ത്രിയായിരിക്കുകയും പ്രതിരോധ മന്ത്രിയൊക്കെ ആയിരിക്കുകയും ചെയ്യുന്ന ആള് ഉത്തരവാദിത്തരഹിതമായി കാര്യങ്ങൾ പറയുന്നുവെന്ന് ഉദ്യോഗസ്ഥന്മാർക്കും സാമ്പത്തിക വിദഗ്ധന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും തോന്നാൻ പാടില്ല. അപ്പൊ അദ്ദേഹം പറയുന്നത് സത്യസന്ധമായിരിക്കണമെന്നുള്ള ആത്മാർത്ഥതകൊണ്ടാണ്. രാഷ്ട്രീയം അദ്ദേഹം കോൺഗ്രസും ഞാൻ CPIയും ഒക്കെ ആയിരിക്കും. പക്ഷെ അദ്ദേഹം കേരളത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ആളായിരുന്നല്ലോ, ഇപ്പോഴും ആണല്ലോ, സജീവ രാഷ്ട്രീയത്തിലില്ലെങ്കിലും. അപ്പൊ അദ്ദേഹം ആ കാര്യം പറഞ്ഞതിനകത്ത് വലിയ വിഷമമുണ്ട്. ഇങ്ങനെ പറയാൻ പാടില്ലാത്തുള്ളതുകൊണ്ടാണ് അത് പറഞ്ഞത്. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിനകത്ത് വിഷമം ഉണ്ടാവാൻ ഒരു ഘടകമുണ്ട്. 5 ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ച 3 സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിക്കുന്നുണ്ട്. 1 ഹിമാചൽ പ്രദേശ്, 2 കർണാടക, 3 തെലങ്കാന. ഈ 3 സ്ഥലത്തും ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല എന്നൊരവസ്ഥ ഇപ്പോൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്ന സ്റ്റേറ്റിലെ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയിരുന്നു. അവർക്ക് കിട്ടാത്ത പണത്തിന്റെ പ്രശ്നം പറഞ്ഞു. അവർ 30% വെട്ടിക്കുറച്ചു ശമ്പളം. തെലങ്കാനയില് പെൻഷൻ ബെനിഫിറ്റ് 2 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. വലിയ സമരം നടക്കുകയാണ്.
ചില IFS IPS ഓഫീസർമാർ തന്നെ ഫോറസ്റ്റ് സർവീസും അതുപോലെ മറ്റു ഓഫീസർമാർ കോടതിയിൽ പോയതിന്റെ വാർത്തകൾ വരുന്നു. അതിന്റെ പേപ്പർ കട്ടിങ്സ് ഒക്കെ നിങ്ങൾ കണ്ടു കാണുന്നു കരുതുന്നു. കർണാടകത്തിൽ ഏപ്രിൽ മാസത്തിൽ ശമ്പളം കൊടുക്കാൻ 2-3 ആഴ്ച വൈകി എന്നാണ് കേട്ടത്. അപ്പോൾ ആ സംസ്ഥാനങ്ങളിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നു എന്നുള്ളത് കൊണ്ട് ഇവിടെയും ആ ബുദ്ധിമുട്ട് വന്നേക്കാം എന്ന് കരുതി മുൻകൂട്ടി ഒരു മുൻകൂർ ജാമ്യം എടുക്കാനായിട്ട് ശ്രീ AK ആന്റണി പറഞ്ഞതാണെങ്കിൽ അത് അദ്ദേഹത്തിന് പറയാം. പക്ഷേ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ 10 വർഷക്കാലത്തെ ഭരണത്തിന്റെ മേളിൽ ചാരാൻ പാടില്ല. കാരണം ഈ കണക്കുകൾ വെച്ചാൽ പറഞ്ഞത്, ഇത് പറഞ്ഞില്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കും. അതുകൊണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ കാര്യം സംബന്ധിച്ച് ദൂരീകരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് കഴിയും. കാരണം അത്രയേറെ നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷനിൽ മാറ്റം വന്നു. വെറുതെ അല്ല, നമ്മുടെ വരുമാനം, ആഭ്യന്തര വരുമാനം തന്നെ, നമ്മുടെ സ്വന്തം വരുമാനം കേന്ദ്ര ഗവൺമെന്റ് വലിയ തോതിൽ വെട്ടിക്കുറച്ചു എങ്കിലും നമ്മുടെ ആഭ്യന്തര വരുമാനം ഇരട്ടിയിലധികമായിട്ട് വർദ്ധിച്ചു. നമുക്ക് ഓരോ വർഷം, ഇപ്പൊ ഏറ്റവും അവസാനത്തെ വർഷം കിഫ്ബിയുടെയും മറ്റും പേരിൽ 10,000 കോടിയോളം വെട്ടിക്കുറച്ചിട്ടുണ്ട്. പെൻഷൻ കമ്പനിയുടെ കിഫ്ബിയുടെയും പേരിൽ. അങ്ങനെ പലതരത്തിലുള്ള വെട്ടിക്കുറവ് വന്നിട്ടും നമ്മൾ ഈ ഇലക്ഷൻ ഇയർ ആകുമ്പോഴത്തേക്കും ബുദ്ധിമുട്ട് വരും എന്ന് വിചാരിച്ചു തന്നെയായിരിക്കും. കുറച്ച് രാഷ്ട്രീയമായ ഒരു സമീപനം കാണുമല്ലോ കേന്ദ്ര ഗവൺമെന്റിന്. അപ്പൊ അത് ഒക്കെ ഉണ്ടായിട്ട് നമ്മൾ ഒരു കാര്യത്തിലും പോരായ്മ വരാതെ ചെയ്തു എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളാകെ ഈ ഗവൺമെന്റിന് വന്ന സപ്പോർട്ടാണ്. അപ്പൊ അത് തുടക്കത്തിലെ തന്നെ ജനങ്ങളുടെ മനസ്സിൽ കല്ലുകടി ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ശ്രീ AK ആന്റണി ആദ്യമായിട്ടൊരു പ്രമുഖ രാഷ്ട്രീയ നേതാവിനെ കാണാനായിട്ട് നിയുക്ത മുഖ്യമന്ത്രി പോകുമ്പോൾ അവിടെ വെച്ച് പറഞ്ഞത് കേരളത്തിലെ ജനങ്ങളുടെ ആകെ മനസ്സിലൊരു ആശങ്കയുണ്ട്. ആശങ്കയെ അദ്ദേഹം മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു. കാരണം അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടല്ല പോകേണ്ടത്. ഇതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന സമീപനങ്ങൾ സംസ്ഥാന ഗവൺമെന്റുകളെ വളരെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ചും BJP വിരുദ്ധ സംസ്ഥാന ഗവൺമെന്റുകളെ. അവരുടെ കണ്ണിലെ കരടായിരുന്ന 2-3 സംസ്ഥാന സർക്കാരുകളെ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് തൂത്തെറിയാൻ പലതരത്തിലും BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് കേരളമാണ്. തമിഴ്നാടും ബംഗാളും അവിടുത്തെ മുഖ്യമന്ത്രിമാർ തന്നെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്ന അവസ്ഥ വന്നു. അവരുടെ തെരഞ്ഞെടുപ്പിൽ ആ സംസ്ഥാനങ്ങളിൽ പോയി ആരും പ്രതീക്ഷിച്ചല്ല. അപ്പൊ BJPക്ക് എതിരായിട്ട് ഏറ്റവും ശക്തമായി നിന്നിരുന്ന സംസ്ഥാനങ്ങളായ ഞാൻ ഈ പറഞ്ഞ കേരളം, തമിഴ്നാട്, ബംഗാൾ, പൊളിറ്റിക്കൽ ഡിഫറൻസ് ഉണ്ട് ബംഗാളിലെ ഗവൺമെന്റും ഞങ്ങളുമായിട്ടൊക്കെ. പക്ഷെ ഈ സംസ്ഥാനങ്ങളിലെയൊക്കെ അവരുടെ കടന്നുകയറ്റത്തെ പറ്റി നമുക്കറിയാം. എന്തായാലും കോൺഗ്രസ് വിചാരിക്കുന്ന അജണ്ട, കേന്ദ്ര ഗവൺമെന്റ് വിചാരിക്കുന്ന, BJP വിചാരിക്കുന്ന അജണ്ട വളരെ സുഖകരമായി നടപ്പിലാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഇപ്പൊ കാര്യങ്ങൾ എത്തിക്കാൻ 3 സ്റ്റേറ്റ് അവരുടെ കിട്ടി. കേരളത്തിലും BJPയുടെ ലക്ഷ്യത്തിനകത്ത് ഇടതുപക്ഷം എന്തായാലും അധികാരത്തിൽ തുടരുന്നത് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള കണക്കുണ്ടാവുമല്ലോ. അതനുസരിച്ച് അവർ പ്രവർത്തിച്ചു കാണും. അതിന്റെയൊക്കെ വിലയിരുത്തലും അനാലിസിസും ഒക്കെ വരുന്നതേ ഉള്ളൂ. എന്തായാലും കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസ് ഗവൺമെന്റാണ്. ആ കോൺഗ്രസ് ഗവൺമെന്റിനെ, UDF ഗവൺമെന്റിനെ നന്നായി ഉപദ്രവിക്കാൻ നേരത്തെ LDF ഗവൺമെന്റിനോട് കാണിച്ച സമീപനം തന്നെ അവർ തുടരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കാരണം പ്രതിപക്ഷ സംസ്ഥാനങ്ങളെല്ലാം ഉപദ്രവിക്കുക എന്നുള്ളത് BJPയുടെ നയമാണ്. അങ്ങനൊരു നയം എടുക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ സംസ്ഥാനങ്ങൾക്ക് വിരുദ്ധമായ നിലപാടുകൾക്കെതിരെ അതിശക്തമായ ശബ്ദം ഉയർത്താൻ ഞങ്ങളും ഉണ്ടാവും. യാതൊരു സംശയമില്ല. ഡൽഹിയിൽ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുമ്പോൾ, കേരളത്തിൽ കേന്ദ്രത്തിന്റെ നയത്തിനെതിരെ സമരം ചെയ്യുമ്പോൾ കോൺഗ്രസ് പാർട്ടി അതിനായി സഹകരിച്ചില്ല എന്നുള്ള കാര്യമൊക്കെ നമുക്കെല്ലാം ഓർമ്മയുണ്ട്. പക്ഷേ സംസ്ഥാനത്തിന്റെ താല്പര്യത്തിനായിട്ട് ഒരുമിച്ച് നിൽക്കാൻ ഇടതുപക്ഷത്തിനും ഉത്തരവാദിത്വമുണ്ട്. ഞങ്ങൾ കേന്ദ്രത്തിന്റെ സമീപനങ്ങളെ യോജിക്കുന്നേ ഇല്ല. പക്ഷേ നിലവിൽ ചെയ്യാൻ ഇത്രയേറെ സാഹചര്യത്തിനിടയിലും കഴിഞ്ഞ 10-30 വർഷക്കാലത്തെ കണക്കുകൾ നമ്മൾ നോക്കിയാൽ ഏറ്റവും കുറച്ച് കടമെടുത്ത ഒരു ഘട്ടമാണിത്. ശതമാനക്കണക്കിൽ 39%, ആകെ GSTയുടെ 39% കടവായെടുത്തുന്ന 5% കുറച്ച് മെച്ചപ്പെട്ട സ്ഥിതിയിലേക്ക് വന്നു. ഈ വർഷത്തെ ടാക്സിന്റെ വരുമാനവും കഴിഞ്ഞ വർഷത്തെ ടാക്സിന്റെ വരുമാനം നോക്കിയാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉണ്ടായ 4-5 സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ് ഈ ഏപ്രിലിൽ നോക്കിയാൽ. അപ്പൊ അങ്ങനെ സംസ്ഥാനത്തിലെ നടന്ന പ്രവർത്തനങ്ങളെ ദോഷപ്പെടുത്തി പറയാൻ പാടില്ല. വേറൊരു കാര്യവും ശ്രീ AK ആന്റണിയുടെ പ്രസ്താവന ആളുകൾ വിശ്വസിച്ചാലുണ്ടാവുന്ന അപകടമുണ്ട്. ഇവിടെ ആകെ മിസ്മാനേജ്മെന്റ് ആണെന്ന് ആദ്യം തന്നെ വന്നപ്പോഴത്തേക്ക് പൂച്ച വെച്ച് കിടക്കുന്ന കഥയൊക്കെ മുമ്പ് പറഞ്ഞിരുന്ന അദ്ദേഹം പറഞ്ഞു മിസ്മാനേജ്മെന്റ് ആണെന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിന് ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട മാനേജ്മെന്റ് ഉള്ള 5 സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം എന്നുള്ള കണക്കുകൾ കിടക്കുമ്പോൾ മിസ്മാനേജ്മെന്റ് ആണെന്ന് ഇവർ സ്ഥിരം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഉണ്ടാവുന്ന അപകടം എന്താ? കേരളത്തിന് അർഹമായി കിട്ടാനുള്ള തുക കിട്ടാതെ വരും. കേരളത്തിന് അർഹമായ കിട്ടാനുള്ള തുക തന്നെ നിങ്ങൾ തന്നെ പറയല്ലേ മിസ്മാനേജ്മെന്റ് ആണെന്ന് എന്ന് പറയും. മിസ്മാനേജ്മെന്റ് അല്ല, രേഖകൾ നോക്കിയാൽ റിസർവ് ബാങ്കിന്റെ കണക്കിൽ, CNDAGയുടെ കണക്കിൽ ഒക്കെ കേരളത്തിന്റെ ഫിനാൻഷ്യൽ ഓരോ മേഖലയിലും അതിന്റെ ഫിനാൻഷ്യൽ ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇൻകത്തിന്റെ ഗ്രോത്ത്, മറ്റു മാനേജ്മെന്റിന്റെ സ്ട്രെങ്ത് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സംസ്ഥാനത്തിന്റെ പൊതു താല്പര്യത്തിന് ശക്തമായിട്ട് ഒരുമിച്ച് നിൽക്കുന്നവരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ. അപ്പൊ ഇവിടെ തുടക്കത്തിൽ തന്നെ തങ്ങളുടെ രാഷ്ട്രീയമായ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പറയാനോ ശ്രീ AK ആന്റണിയെ പോലെയുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനോ ആരെങ്കിലും ശ്രമിച്ചെങ്കിൽ അദ്ദേഹം അത് തിരുത്തുമെന്ന് ഞാൻ കരുതുന്നു. എല്ലാ കണക്കുകളും കാര്യങ്ങളുമായി നമുക്ക് അദ്ദേഹത്തെ കണ്ട് ഡീറ്റെയിൽസ് കൊടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും നിയമസഭയിൽ ഈ കാര്യങ്ങളെല്ലാം പഠിക്കുകയും
എല്ലാ കാര്യം മനസ്സിലാക്കുകയും ചെയ്യുന്ന പുതിയ മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ടീമിനും ഇത് സംബന്ധിച്ച് കൂടുതൽ ധാരണ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് സംസ്ഥാനത്തിന്റെ താല്പര്യം പൊതുവെ സംരക്ഷിക്കണം, സത്യമായി കാര്യങ്ങൾ പറയണം, വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് സംസ്ഥാനത്തിന്റെ താല്പര്യം എന്ന നിലയിൽ അവർ പ്രവർത്തിക്കുന്നതിന് എല്ലാവർക്കും പിന്തുണയാണ്. തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുകയല്ല വേണ്ടത്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. കൂടുതൽ ആവശ്യങ്ങളും കണക്കുകളും കാര്യങ്ങളും വേണമെങ്കിൽ വീണ്ടും നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ കാണുകയും പറയുകയും ചെയ്യാം.